Hi friends, welcome back to Colors Malayalam Stitching. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂണിഫോം പിനോഫറിൻ്റെ കട്ടിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ രണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതൊരു 1ാം ക്ലാസ്സിലേക്കും 2ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ അളവിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഇതുപോലൊരു പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് യൂനക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ളത് ഒരു 1.5 മീറ്റർ തുണിയാണ്. അപ്പോൾ ഞാനിതിവിടെ ചെയ്ത് കാണിക്കുന്നത് ഒരു 1.10 മീറ്റർ തുണിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അളവെടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോഡി ലെങ്ത് എന്ന് പറയുന്നത് ഒരു 9.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 1.5 ഇഞ്ച് സീം അലവൻസ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 11 ഇഞ്ച് ബോഡി ലെങ്ത് മാർക്ക് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് സൈഡിലും ഒരു 3/4 ഇഞ്ച് സീം അലവൻസ് കൂട്ടി കൊടുക്കുക. ഒരു 1.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഒരു 10.5 ഇഞ്ച് ഷോൾഡർ കിട്ടും. അതുപോലെ ഇതിൻ്റെ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 1.5 ഇഞ്ച് സീം അലവൻസ് കൂട്ടി കൊടുത്തുകൊണ്ട് ഒരു 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ ബെൽറ്റ് പോർഷൻ നോക്കാം. ബെൽറ്റ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ഇഞ്ച് ലെങ്ത്തിലാണ് ബെൽറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് ഒരു 4.5 ഇഞ്ചാണ്. അതുപോലെ ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് വരുന്നത് 2 ഇഞ്ചിൽ എടുക്കാം നമുക്ക്. അതുപോലെ ഒരു ബാക്ക് നെക്ക് ഒരു 3 ഇഞ്ചിൽ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. അപ്പോൾ ലെങ്ത്ത് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരു 17 ഇഞ്ചാണ്. അപ്പോൾ 17 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് നമുക്ക് ബെൽറ്റിൻ്റെത് മൈനസ് ചെയ്ത് ഒരു 15 ഇഞ്ച് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് സീം അലവൻസ് കൂട്ടി കൊടുത്തുകൊണ്ട് 17 ഇഞ്ചിൽ നമുക്ക് സ്കേർട്ട് ലെങ്ത്ത് എടുക്കാം. നമുക്ക് ബെൽറ്റിൻ്റെ നോക്കാം. അപ്പോൾ ബെൽറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു 12 ഇഞ്ചിലാണ് ബെൽറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതൊരു ഹാഫ് വേസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡബിളും അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ച് വരുമ്പോൾ നമ്മൾ 5 ഇഞ്ച് വിഡ്ത്ത് എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ വിഡ്ത്ത് നോക്കാം. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഹാഫ് വേസ്റ്റിൻ്റെ 3 ഇരട്ടിയാണ് സ്കേർട്ട് പാർട്ടിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 12 ഇഞ്ചാണ് ഹാഫ് വേസ്റ്റ് കിട്ടിയത്. അതിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 36 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടി 37 ഇഞ്ചിൻ്റെ 2 പീസ് നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബോഡി പാർട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുള്ള 2 പീസ് ഒരു 6.5 ഇഞ്ചിലും അതുപോലെ 11 ഇഞ്ച് ലെങ്ത്തിലും ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്ക് പാർട്ടുമാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് ഓപ്പണിംഗ് ആയതുകൊണ്ട് ആ ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ 1 ഇഞ്ച് വീതി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ ഫ്രണ്ട് പാർട്ടിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്ന് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് 11 ഇഞ്ച്. അത് കറക്റ്റായിട്ട് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഷോൾഡർ എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 4.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് സീം അലവൻസ് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് 8.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ സീം അലവൻസും കൂട്ടി നമ്മളിവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. അതുപോലെ ബാക്ക് നെക്ക് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് നെക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് യു ഷേപ്പാണ്. അപ്പോൾ ബാക്ക് നെക്കിന് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക്
ഈ ഒരു 2 പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് നെക്ക് വിഡ്ത്തിലും അതുപോലെ 4.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും കൊടുത്തിട്ട് നമുക്ക് സ്ക്വയർ നെക്ക് വരച്ചു കൊടുക്കാം. ഇപ്പോൾ സ്ക്വയർ നെക്കിന് ഈ ഒരു വശത്തൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഷോൾഡർ ഒന്നൊരു 1/2 ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബാക്ക് പാർട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 17.5 ഇഞ്ചാണ്. അപ്പോൾ 17.5 ഇഞ്ച് ലെങ്ത്തിൽ അതുപോലെ 37 ഇഞ്ച് വിഡ്ത്തിൽ 2 പീസ് നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ എനിക്കിവിടെ 37 ഇഞ്ച് വിഡ്ത്ത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ 37 ഇഞ്ച് വിഡ്ത്തും അതുപോലെ 17.5 ഇഞ്ച് ലെങ്ത്തിലും ഇതുപോലെ 2 പീസ് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി 2 പീസിൻ്റെ റോങ് സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബെൽറ്റ് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ ബെൽറ്റിന് വേണ്ടിയിട്ട് നമുക്ക് 5 ഇഞ്ച് ലെങ്ത്തും അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫ് വേസ്റ്റ് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ 24 ഇഞ്ച്. അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടി 25 ഇഞ്ചിൽ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ ബെൽറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് ബെൽറ്റ് പോർഷനിൽ ബെൽറ്റ് കടത്തി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 4 പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം ഇതുപോലെയുള്ള 4 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പോക്കറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഒരു 7 ഇഞ്ച് ലെങ്ത്തിലും അതുപോലെ 7 ഇഞ്ച് വിഡ്ത്തിലും ഞാനിതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വശത്ത് ഒരു 1.5 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് പോക്കറ്റ് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടിയും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.